ഞങ്ങൾ ദൈവത്തിൻ്റെ വചനവുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവേ, അവിടുന്ന് പഠിപ്പിച്ചതായ ഈ വേദഭാഗം ഞങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം പിന്നെയും ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ. കർത്താവിൻ്റെതായ സാന്നിധ്യം, കർത്താവ് വചനത്തിൻ്റെതായ കർത്താവ് വ്യാപ്തി ഞങ്ങളുടെ മനുഷ്യന്, അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചിന്തിച്ച വേദഭാഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പർവ്വത പ്രസംഗം എന്നറിയപ്പെടുന്നതായ പ്രസംഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. The last few weeks we've been meditating upon the sermon on the mount. ഒരു ദൈവരാജ്യത്തിൻ്റെതായ പൗരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതായ വിഷയമാണ് നമുക്ക് കൂടുതലായി പ്രധാനമായി നമുക്ക് അവിടെ ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. And the primary topic has been, how should a citizen of heaven be like? കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായ വിഷയം എന്തായിരുന്നു? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നുള്ളതായ വിഷയമായിരുന്നു. Last week we spoke about blessed are the pure in heart, for they will see God. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെതായ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് മുഖാമുഖമായി കാണണമെന്നുള്ളതാണ്. The greatest desire that we all have is that we will see our God face to face. അപ്പോൾ അതിനോടുള്ളതായ ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് കൊണ്ട് ഇന്ന് പകൽവേളയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗത്തിൽ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. Let's go into what we want to meditate upon this week. ഈ ലോകം, നമ്മൾ പാർക്കുന്ന ലോകം എന്ന് പറയപ്പെടുന്നത് സംഘർഷങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായ ലോകമാണ്. The world that we live in is filled with conflicts. രാഷ്ട്രങ്ങൾ തമ്മിൽ നോക്കിയാൽ സംഘർഷങ്ങളാണ്. There are 5 conflicts between nations. കുടുംബങ്ങളിൽ തന്നെ സംഘർഷങ്ങളുള്ളതായ കുടുംബങ്ങളുണ്ട്. There are conflicts even within families. അതുപോലെ തന്നെ നമുക്ക് നമ്മോട് തന്നെ പലപ്പോഴും സംഘർഷം നമുക്ക് തന്നെ നമ്മിൽ തന്നെ ഉണ്ടാകാറുണ്ട്. Sometimes we even face conflict within our own self. അപ്പോൾ ഈ സംഘർഷങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും ആ സംഘർഷങ്ങൾ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിടാറുണ്ട്. And some of these conflicts lead us to bitter experiences. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. And here Jesus is asking us to pay special attention to blessed are the peacemakers, for they will be called sons of God. നമ്മൾ അവിടെ നിന്ന് ഓർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, സമാധാനമായി കഴിയുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല. It does not say blessed are those who are living in peace. അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘർഷങ്ങൾ ഒഴിവാക്കി സമാധാനത്തോടെ പാർക്കുന്നവരെന്നല്ല. It doesn't talk about those who avoid conflicts and live in peace. ഇവിടെ കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. What Jesus is referring to are those who make peace. ഈ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? What does it mean to make something? ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുന്നതിനെ നമ്മൾ അതായത് അത് മെനഞ്ഞെടുക്കുന്നതിനാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. To make is to form something out of nothing. ഉദാഹരണം പറയുക, ഞാൻ നിങ്ങൾ നമ്മുടെ സഹോദരിമാരോട് ഒരാളോട് പറയുകയാണ്, ഒരു മീൻകറി ഒന്ന് ഉണ്ടാക്കി തരാമോ എന്ന് പറഞ്ഞാൽ, if you talk to one of the women in a church and say make a fish curry, ഇതിന് പുറകിൽ എന്തെല്ലാം പരിപാടികളാണ് ഉള്ളത്. there is so much effort behind it. അത് ഞാൻ സബിനോടാണ് ഞാൻ പറയുന്നതെങ്കിൽ, and if it was to me he was asking, ഞാൻ അദ്ദേഹത്തെ പിക്കാനായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് ഫിഷിങ്ങിന് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. and he is talking about me because I love fishing. അപ്പോൾ ഒരു ഫ്രഷ് മീൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൂട്ടാൻ വെച്ച് തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം പാസ്റ്റർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി താൻ അതിന് ഫിഷിങ്ങിന് പോകുമായിരിക്കും. If the pastor was to ask me, I would have made special efforts to go and get a fresh fish. അത് വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ ദിവ്യയുടെ കൊടുക്കും. ദിവ്യ അത് വളരെ കഴുകി ശുദ്ധി കാര്യമായിട്ട് അതിന് വേണ്ടുന്നതായ എല്ലാ പാചകങ്ങളും ചെയ്ത് അതിന്
എന്തെല്ലാം എത്ര മണിക്കൂറാണ് എൻ്റെ പുറകിൽ അത് പ്രവർത്തിക്കേണ്ടത്. And then Divya would make all the cleansing and cooking to make that into a dish. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പറയുമ്പോൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഉണ്ടായി വരുന്നതല്ല ഈ മീൻകറി. And this fish curry does not become and it does not become. ആമേൻ. ഞാൻ പറഞ്ഞതിൻ്റെതായ സാരം എന്തെന്ന് ചോദിച്ചാൽ ഇതുപോലെയാണ് സമാധാനം. And similarly is peace. ആമേൻ. ഞാൻ ഇവിടെ ഇന്ന് പൽക്കാലം നിങ്ങളോട് പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നാം സമാധാനത്തോടുകൂടെ കഴിയുന്നവരായിരിക്കണം. കഴിയുക മാത്രമല്ല, അതിനോടൊപ്പം അത് ഉണ്ടാക്കുവാൻ തക്കവണ്ണമുള്ളതായ പ്രത്യേകമായ ഹല്ലേലൂയ താല്പര്യമുള്ളവരായിരിക്കണം. May we be those who are interested to live in peace, not just live, but to make peace in a church, in a community, in our families. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ ഇത് തന്നെയാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് ഞാൻ ഇവിടെ ഒന്ന് മറ്റേ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. And pastor himself knew even last week when he spoke about the other topic, this is going to be the ഈ topic. വിഷയത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത വിഷയമാണ്. And it is the one that he's prepared and meditated upon. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നമ്മുടെ നാട്ടിലായിരുന്നതായ സമയത്ത് ഹല്ലേലൂയ, നിങ്ങൾ മീൻ പിടിക്കുന്നതായ വിഷയം നിങ്ങൾ പലരും കണ്ടു കാണുമല്ലോ. Now some of you may have seen in our native in Kerala about fishing. ആമേൻ. ഹല്ലേലൂയ. മീൻ പിടിക്കുന്നതിന് ചിലപ്പോൾ അവിടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നഞ്ചു കലക്കുക എന്ന്. അതായത് നഞ്ചു കലക്കി മീൻ പിടിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് അതിനെന്താ പറയുന്നത്? നഞ്ച്, something like a poison. They put something toxic in the water to catch fish. ആമേൻ. അത് കുളത്തിലോ അല്ലെങ്കിൽ ആറ്റിലോ കൊണ്ടിട്ട് ആ പരിസരത്തുള്ള എല്ലാ മീനുകളും ഇത് ഇവർക്ക് കിട്ടാൻ അത് പിടിക്കാൻ പറ്റും. Yeah, and once you drop it in that place in a lake pond, the fish will surface unconscious after a bit. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സമാധാനത്തോടുകൂടി ഇരിക്കുന്നതായ ആമേൻ ഒരു സമൂഹത്തിൽ നമ്മുടെ ചെറിയൊരു വാക്ക് മതി, ചെറിയൊരു പ്രവർത്തനം മതി, ചെറിയൊരു നോട്ടം മതി, ചിലപ്പോൾ ചെറിയൊരു ബിഹേവിയർ മതി, ഹല്ലേലൂയ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മതി, ആകപ്പാടെ ഇല്ലാതെ തകർക്കുവാൻ, അതിനെ സമാധാനം തകർക്കുവാൻ. Sometimes our thought, our look, our attitude, our response can destroy a peace. ആമേൻ. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ തക്കവണ്ണമുള്ളത്, ദൈവജനമേ, നാം സമാധാനം തകർക്കുന്നവരുടെ കൂട്ടത്തിലല്ല, സമാധാനം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കണം. May we sincerely pray this, Lord, make me an instrument of peace, not the one that destroys it. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘർഷം എന്നുള്ളതായ കാര്യം ഒഴിവാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. It is good to avoid conflict. ആമേൻ. എന്നാൽ അതിനേക്കാൾ സംഘർഷം ഒഴിവാക്കി തന്നെ പോയി സമാധാനത്തോട് കഴിയുന്നതിന് പകരം ഹല്ലേലൂയ, ഞാനായിരിക്കുന്നതായ കമ്മ്യൂണിറ്റിക്ക് ഞാൻ മുഖാന്തരം എങ്ങനെയാണ് സമാധാനം കൊണ്ടുവരുവാൻ കഴിയുന്നത്, ഉണ്ടാക്കുവാൻ കഴിയുന്നത് എന്നുള്ളതായ വിഷയത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. May we pray and also respond to how to bring peace in broken places. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ ഹല്ലേലൂയ ആമേൻ ജീവിതം തന്നെയാണ് അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണം. The best illustration is the life of Jesus. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. In Colossians chapter 1 verse 20 we read this. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം എന്തായി ഉണ്ടാക്കി, സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. And through him to reconcile himself to all things, whether things on earth or things in heaven, by making peace through his blood shed on the cross. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളതായ ഒരു കാര്യം, peace makers are those who restore broken relationship. സമാധാനം ഉണ്ടാക്കുന്നവർ തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ഒരാളായിരിക്കും. Peacemakers are those who restore broken relationships. ആമേൻ. ഹല്ലേലൂയ. സമാധാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബ്രോക്കൺ ആയിട്ടുള്ളതായ അല്ലെങ്കിൽ ഛിന്നാഭിന്നമായിരിക്കുന്നതായ ബന്ധമാണ് നമ്മൾ സൂക്ഷിക്കുന്നെങ്കിൽ നമ്മൾ സമാധാനമുള്ളവരല്ല.
If we are maintaining a broken relationship, then we do not experience peace. അമ്മ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In 2 Corinthians chapter 5 verse 18 we read this. അവൻ അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. And God himself was the reason. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നു. He gave us the ministry of reconciliation. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവൻ സമാധാന നിർമ്മാണം എന്ന് പറയുമെങ്കിൽ അങ്ങ് സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഹല്ലേലൂയ നാം ദൈവമക്കളായിരിക്കുന്നതായ നാം എല്ലാവരും. We as children of God are expected to be peacemakers. സമാധാനത്തെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. We can think of peace this way. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പാലം. We all know bridges. ആമേൻ, ആമേൻ. സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു പാലം പണിയാണ് സമാധാനം എന്ന് പറയുന്നത്. Think of peace this way, as a bridge between one person and another. അത് കുടുംബത്തിലാണെന്ന് പറഞ്ഞാലും ഭർത്താവ്, ഭാര്യ, അല്ലെങ്കിൽ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ഇവർ തമ്മിൽ ഒരു പാലം പണിയുകയാണ്. It is a bridge between a husband and a wife and parents and kids. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ സമാധാനത്തോടെ സംസാരിക്കുവാൻ, ഇടപെടുവാൻ തക്കവണ്ണം സമാധാനം, സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ ഇടപെടുവാൻ കഴിയുള്ളൂ. You are able to experience joy if you are able to meet and interchange peacefully. എന്നാൽ പാലത്തിന് പകരം ഒരു വാൾ, ഒരു മതിലാണ് പണിയുന്നെങ്കിലോ? But think of a wall instead of a bridge. ആമേൻ. സമാധാനത്തിന് പകരം ഒരു മതിൽ പണിയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ആ മതിൽ നിൽക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിനെ സ്ഥാപിച്ചെടുത്ത് അവിടം വരെ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. Instead of a bridge, if it is a wall, you cannot go past the wall. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ സമാധാനം ഉണ്ടാക്കുവാൻ ദൈവ മക്കളായിരിക്കുന്ന നാം ഹല്ലേലൂയ കുടുംബത്തിൽ, ആമേൻ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പാലം പണിയുന്നവരായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവർ എന്നുള്ളതായ വിഷയം അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. Me as children of God should be builders of bridges in our family and in our church. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ കുടുംബ ബന്ധങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ തകർന്ന ബന്ധങ്ങൾ പരിഹരിക്കുവാൻ ഈ പാലം നമ്മെ സഹായിക്കും. These bridges will help build our broken relationships. ആമേൻ, ഹല്ലേലൂയ. ഈ സംഗതി എളുപ്പമുള്ള സംഗതിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. This is not an easy subject. ആമേൻ. ചില സമയങ്ങളിൽ നമുക്ക് ഇത് പണിയുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിനയം, ക്ഷമ എന്നുള്ളത് ആവശ്യമാണ്. But we need humility and patience. ചിലപ്പോൾ വളരെ ടെൻഷനായിട്ട് അല്ലെങ്കിൽ പിരിമുറക്കമുള്ളതായി സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടാണ്ടി വന്നേക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് പാലം പണിയാൻ പറ്റുകയുള്ളൂ. Only sometimes when you're feeling that constraints, you will able to build the bridge. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ? ആമേൻ. പിരിമുറുക്കമുള്ള, ടെൻഷനായിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് എടുത്ത് അവൻ ചാടേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പാലം പണിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം അല്പം റിസ്ക് ഉള്ളതാണ് പാലം പണിയുക എന്നുള്ളത്. When we are in those tense situations, we need to take a leap of faith. Only then you can build a bridge. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ എല്ലാവരും പരസ്പരം ഹല്ലേലൂയ സ്നേഹബന്ധമായിരിക്കുന്ന പാലം പണിയുവാൻ, അത് മുഖാന്തരം ഹല്ലേലൂയ സമാധാനത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. May God help us as parents, as children and fellow believers, that we extend our love and build peace between each other. നമുക്ക് പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതിന്റെ 33-ാം അധ്യായത്തിലേക്ക് ഹല്ലേലൂയ ഏശാവും യാക്കോബും തമ്മിലുള്ളതായ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. If you turn our attention to Genesis, we see Esau and Jacob building bridges.
ആമേൻ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ യാക്കോബ് ഹല്ലേലൂയ ജ്യേഷ്ഠൻ സഹോദരനായിരിക്കുന്നതായ ഏശാവിനെ കളിപ്പിച്ചിട്ട് ജ്യേഷ്ഠാവകാശം വാങ്ങിയിട്ട് ഹല്ലേലൂയ ദൂരദേശത്തേക്ക് പോയതാണ് നമ്മളിവിടെ വായിക്കുന്നത്. We know how Jacob deceived and stole the birthright from Esau. എന്നിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് വളരെ സമ്പത്തുള്ളവനായി യേശുവിനെ കാണുവാൻ മടങ്ങി വരുന്നതായ ഒരു രംഗമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. In this passage, the situation is Jacob returning as a wealthy man. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ അവിടെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അനിയൻ ഹല്ലേലൂയ തനിക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹം വാങ്ങിയല്ല കവർന്നെടുത്തിട്ടാണ് പോയിരിക്കുന്നത്. Esau knows that his younger brother stole his birthright. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ജ്യേഷ്ഠ സഹോദരനെ കാണാനായിട്ട് കടന്നു വരുന്നത്. And it is after many years he returns to meet his elder brother. ആമേൻ. ആ വേദഭാഗം നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അനേക വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുന്നതായ യാക്കോബ് ആമേൻ യേശാവിനെ സംബന്ധിച്ചിടത്തോളം യേശാവ് ഹല്ലേലൂയ തന്നോട് പ്രതികാരം കാണിക്കുമെന്നുള്ളതായ നിലയിൽ ചിന്തിച്ചിട്ടാണ് മടങ്ങി വരുന്നത്. But Jacob is returning expecting that his elder brother will exact revenge from him. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ അതിന് വിപരീതമായി യേശാവിൽ നമുക്ക് കാണുന്നത് ഹല്ലേലൂയ യേശാവ് 400 ആമേൻ ഹല്ലേലൂയ അത് തൻ്റെതായ വീട്ടിലേതായ യോദ്ധാക്കളുമായിട്ട് തന്നോട് അടുത്ത് വരുന്നത് യുദ്ധത്തിനായിട്ടല്ല, അവനെ റിസീവ് ചെയ്യുവാനായിട്ടാണ്. But Esau is coming with 400 of his people not to fight but to receive his younger brother. ദൈവജനമേ, നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് പരസ്പരം ഹല്ലേലൂയ സമാധാനത്തോട് കഴിഞ്ഞ് ഹല്ലേലൂയ അവൻ പരസ്പരം നമ്മളെല്ലാവരും നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. We have been called for eternity and we must maintain peace. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ഈ ലോകത്തിൽ നമ്മൾ 70 80 90 വർഷങ്ങളെ ഈ ലോകത്തിൽ കാണുന്നുള്ളൂ. In our world we may be 70 or 80 or 90 at the max. എന്നാൽ നിത്യത എന്ന് പറയുമ്പോൾ എണ്ണി തീർക്കുവാൻ കഴിയാത്തിടത്തോളം വർഷങ്ങൾ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചു കഴിയേണ്ടവരാണ്. But eternity is countless of years with our Lord. ആമേൻ. ഇന്ന് കാണുന്നതായ സഹോദരങ്ങളോട്, ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്ന സഹോദരങ്ങളോട്, നമ്മുടെ കുടുംബ വ്യക്തികളോട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളതായ വ്യക്തികളോട് ഹല്ലേലൂയ നമുക്ക് മനസ്സ് തുറന്ന് സമാധാനത്തോട് അവരോട് ഇടപെടുവാൻ കഴിയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. If we are unable to maintain peace with our fellow believers and family, it may be difficult to be in peace in eternity. അവൻ യാക്കോബ് ഓർത്തതുപോലെ അല്ല, ചിന്തിച്ചതുപോലെ അല്ല ഏശാവോട് പ്രവർത്തിക്കുന്നത്. ഏശാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഏശാവ് യാക്കോബിനെ ആലിംഗനം ചെയ്ത് ഓടിച്ചെന്ന് ആലിംഗനം ചെയ്ത് അവർ ഒരുമിച്ച് കരഞ്ഞു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. Unlike the expectation Jacob had, Esau runs to his brother and hugs him. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ ചതിയും പകയും കൊണ്ട് തകർന്ന ബന്ധം ഹല്ലേലൂയ വിനയത്തിലൂടെയും സ്നേഹത്തിലൂടെയും പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ കഴിയുന്നത്. A relationship that was broken through deception has transformed and now is met with love. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ തകർന്ന ബന്ധങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? This morning, are there relationships that are broken? ആമേൻ. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ തകർന്ന ബന്ധമുണ്ടോ? Are there broken relationships in family? നമ്മുടെ സഹോദരങ്ങളോട് ഇതുവരെയും സംസാരിക്കാത്ത, വർഷങ്ങളായി സംസാരിക്കാത്ത അവന് കൂടപ്പിറപ്പുകൾ നമുക്കുണ്ടോ? Are there brothers that you haven't spoken through in years? ഇന്ന് പൽക്കാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം ഹല്ലേലൂയ, നമുക്ക് നാളെ എന്നുള്ളത് ഹല്ലേലൂയ നമ്മുടെ കയ്യിലല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് എത്രയും പെട്ടെന്ന് ഹല്ലേലൂയ നമ്മുടെ തകർന്ന ബന്ധങ്ങൾക്ക് ഒരു പാലം പണിതിട്ട് കർത്താവേ ഈ ദിവസങ്ങളിൽ സമാധാനത്തോട് മുന്നോട്ട് പോകുവാൻ ദൈവമേ കൃപ തരണമേ എന്ന്
നമുക്ക് വാസ്തവമായി പ്രാർത്ഥിക്കാം. The Spirit of God is reminding tomorrow is not yours. Find your broken relationships and mend it immediately. അവൻ തകർന്നതിനെ പുനഃസ്ഥാപിക്കാനായിട്ടുള്ളതായി ജ്ഞാനത്തിന് വേണ്ടി, ധൈര്യത്തിന് വേണ്ടി, തകർന്നതിനെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടുന്നതായ കൃപയ്ക്ക് വേണ്ടി ദൈവജനമേ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. May we pray to God these days that He will give us the grace to build restorations. ആമേൻ. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, എ പീസ് മേക്കർ പ്രൊമോട്ട്സ് പീസ് ത്രൂ their words and action. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ അവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും. A peacemaker is the one who promotes peace through their words and actions. ആമേൻ. നമുക്കൊരു വേദഭാഗം വായിക്കാം. പ്രോവർബ്സ് അല്ലെങ്കിൽ സദൃശവാക്യം 15:1. Proverbs chapter 15 verse 1. ആമേൻ. അവിടെ ചിലപ്പോൾ ഇവിടെ കാണുമല്ലോ. ആ ആ ആമേൻ. A gentle answer turns away wrath, but a harsh word stirs up anger. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞത് സമാധാനം ഉണ്ടാക്കുമ്പോൾ ഹല്ലേലൂയ അവര്, അതായത് ബ്രോക്കൺ റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്ന ആൾ ബന്ധങ്ങൾ, തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നവരായിരിക്കും. എന്നാൽ ഇവിടെ ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ കാര്യം, സമാധാനം ഉണ്ടാക്കുന്നവർ അവരുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും. First we spoke about a peacemaker as a one who restores. Now we're talking about peacemakers who promotes peace through words. ആമേൻ. ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം, ആമേൻ, മൃദുവായ ഒരു കാര്യം പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്നത് മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കും എന്നുള്ളതാണ്. It reads, a gentle answer turns away wrath, but a harsh word stirs up anger. ആമേൻ. നമ്മൾ പറയുന്നത് ഈവൻ നമ്മുടെ ടോണിൽ പോലും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. What it means is even the tone has a big impact. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? How do we react? ആമേൻ. അവൻ സമാധാനം ഹല്ലേലൂയ പുനഃസ്ഥാപിക്കുവാൻ താല്പര്യപ്പെടുന്നതായ ഒരു വ്യക്തി ഹല്ലേലൂയ അവൻ ദൈനംദിന ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ തക്കവണ്ണം എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ദൈവകൃപയോടുകൂടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും. A person who desires to promote peace is always thinking and planning as to how to bring peace. അവർ സംസാരിക്കുന്ന വാക്കുകളിലൂടെ അല്ലെങ്കിൽ അവരുടേതായ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ ഈ സമാധാനം കൊണ്ടുവരുവാൻ കഴിയുമെന്ന് എപ്പോഴും, ഒരിക്കൽ മാത്രമല്ല എപ്പോഴും സദാസമയത്തും ചിന്തിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. Such a person is constantly thinking and planning as to how to promote peace. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾക്ക് ഭയങ്കര, അതായത് ഭയങ്കരമായ ശക്തി എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് ദൈവവചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. The word of God teaches that our words have a big impact. നമ്മുടെ വാക്കുകൾക്ക് ഒരാളെ ഒരു സുഖപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയും. അതേസമയം സൗഖ്യത്തോടുകൂടി ഇരിക്കുന്ന വ്യക്തിയെ രോഗിയാക്കാനും മാറ്റുവാനും കഴിയും. Our words can heal at the same time, can hurt a person. ഒരു വ്യക്തിയെ നമ്മുടെ വാക്കിലൂടെ നമുക്ക് ബിൽഡ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. അതേപോലെ തന്നെ നമ്മുടെ വാക്കിലൂടെ ഒരു വ്യക്തിയെ നശിപ്പിക്കുവാനും കഴിയും. And words can build at the same time destroy. ഇവിടെയൊക്കെ എനിക്ക് നിന്നുകൊണ്ട് ഹല്ലേലൂയ പല ഉദാഹരണങ്ങൾ പറയുവാൻ തക്കവണ്ണമുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. Although I want to share illustrations, I do not go there. ഹല്ലേലൂയ നമ്മുടെ വാക്കുകൾ, ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. May our words be filled with grace. ദൈവവചനത്തിൽ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യമാണ്. ഏതൊക്കെ തരത്തിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധി സമാധാനം ഉണ്ടാക്കുവാൻ എന്റെ വാക്കിലൂടെ എന്റെ ക്രിയയിലൂടെ കഴിയുമോ ആ നിലയിൽ ഞാൻ ഒരിക്കലും അവിടെ നിന്ന് മാറുകയില്ല, പിന്മാറുകയില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. May we have this thought that we will not withdraw ourselves from situations where we are
expected to act and build priests. ആമേൻ. ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണം നമ്മൾ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് എടുത്താൽ, If I take an example from Bible, 1 ശമൂവേലിന്റെ പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് രണ്ട് വ്യക്തികളെ, പ്രധാനമായിട്ട് 3 വ്യക്തികളെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. in 1 Samuel chapter 25, we are introduced to 3 characters. ആമേൻ. അവിടെ ഒരു വ്യക്തിയുടെ പേര് നാബാൽ എന്നാണ്. One is Nabal. ആമേൻ. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ അബിഗയിൽ എന്നുള്ളതാണ്. Second is Abigail. ആമേൻ. മൂന്നാമത്തെ വ്യക്തിയുടെ പേര് ദാവീദ് എന്നുള്ളതാണ്. And the third person is David. ആ ഭാഗം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വിശദമായിട്ട് നമുക്ക് അറിയാവുന്ന വിഷയമാണ്. It is a very familiar passage. ആമേൻ. ദാവീദും കൂട്ടരും ഹല്ലേലൂയ അവർ വനാന്തരത്തിലാണ്. David and his people are in the wilderness. അപ്പോൾ ആ സമയത്താണ് നാബാലിൻ്റെതായ ആമേൻ ആടുമാടുകളൊക്കെയും അവരുടെ ആ ഭാഗത്ത് തന്നെ ഉണ്ട്. And Nabal's people are there with his flocks. നാബാലെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ വളരെ ധനികനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിയില്ലാത്ത ധനികനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. But we read this man was a wealthy man, but he was a foolish man. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ വനാന്തരത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുന്നതായ ദാവീദിനും കൂട്ടർക്കും അവരെ ഒന്ന് സഹായിക്കുവാൻ തക്കവണ്ണമാണ് ആൾക്കാരെ വിട്ട് നാബാലിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നത്. So David sends his people to this person. ആമേൻ. ഹല്ലേലൂയ. ആഹാരത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടിയാണ് പറഞ്ഞയക്കുന്നത്. They are sending him for water and food. എന്നാൽ ആ കടന്നുപോയവരെയും അതുപോലെ തന്നെ ദാവീദിനെയൊക്കെയും വല്ലാതെ ഹല്ലേലൂയ പരിഹസിക്കുന്നതായ നിലയിലാണ് നാബാല് അവർക്ക് ചെയ്യാതെ, ഉപകാരങ്ങളൊന്നും ചെയ്യാതെ പറഞ്ഞു വിടുന്നത്. But this person insults David's men. ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയാം. വേദഭാഗത്തേക്ക് പോകുവാൻ നമുക്ക് സമയമില്ലല്ലോ. We don't have time to go into all the details. അവൻ അങ്ങനെ പറഞ്ഞയക്കുന്നതായ സമയത്ത് ഹല്ലേലൂയ നാബാലിൻ്റെതായ ഭവനത്തിലുള്ളതായ ഒരു വേലക്കാരൻ ഹല്ലേലൂയ അബിഗയിലിന്റെ അടുക്കൽ വന്ന് സംഭവിച്ചത് പറയുക. So one of the servants of Nabal comes to Abigail, and this is what happens. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവൻ ദാവീദിനെ ആരാണെന്ന് മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഇവിടെ ഈ നാബാൽ ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നത്. This person is behaving without knowing who David is. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അബിഗയിലിനോടാണ് സംസാരിക്കുന്നത്. അബിഗയിൽ വേണ്ടുന്നത് അവർക്ക് എന്തൊക്കെ വേണമോ എല്ലാം സമാഹരിച്ച് ആ ദാവീദിന്റെ അടുക്കലേക്ക് കടന്നു എന്ന് അവൻ ഭർത്താവിന് വേണ്ടി ക്ഷമ ചോദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു വന്ന് അവിടെ ഒരു പാലം പണിയുന്നത് നമുക്ക് കാണാൻ കഴിയും. What we see, Abigail come to David and apologizes for her husband and builds bridge of peace. ഞാൻ പറഞ്ഞു വരുന്നത് തക്ക സമയത്ത് നമ്മൾ ഒരു വാക്ക് വേണ്ടുന്നതായ തരത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ അവ സമാധാനമില്ല എന്ന് തോന്നിക്കുന്ന ഇടത്ത് എന്റെയും നിങ്ങളുടെയും വാക്കുകൾക്ക് ഒരു പാലം പണിയുവാൻ തക്കവണ്ണം കഴിയും. If we prudently use our words, we can build bridges. അവിടെ ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതേ സമയത്ത് ഇങ്ങനെ തന്നെ പരിഹസിച്ചു കളിയാക്കി എന്ന് മനസ്സിലാക്കിയതായ ദാവീദും കൂട്ടരും ഇവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അതായത് കടന്നു വരികയാണ്. At the same time, David and his men who were insulted are coming to attack them. അപ്പോഴാണ് അബിഗയിൽ അങ്ങോട്ട് ചെല്ലുന്നത്. യജമാനനെ, എന്റെ ഭർത്താവിൻ്റെതായ അദ്ദേഹത്തിൻ്റെതായ ബുദ്ധിയില്ലാത്തുള്ളതായ പ്രവർത്തനത്തിന് എന്നോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അദ്ദേഹം സ്ത്രീ അവരോട് സംസാരിക്കുന്നത്. At the same time, Abigail comes to David and pleads for forgiveness for her husband. നാബാൽ അല്ലെങ്കിൽ ദാവീദ് തന്നെ അധിക്ഷേപിച്ചത് കൊണ്ട്, പരിഹസിച്ചത് കൊണ്ട്, അവനെ ആക്രമിക്കുവാൻ തക്കവണ്ണം അത് പുറപ്പെട്ടതായ ദാവീദ് ഈ വാക്കിന്റെ മുമ്പിൽ സകലത്തെയും നിർത്തി. David, who was filled with vengeance, is now comforted and peaceful. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഒന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. Think about this for a moment. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എപ്പോഴും ഓർക്കാറുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. We all know this. അവൻ ഒരു തീ കൊള്ളിക്ക ഒരു കാടിനെ മൊത്തം നശിപ്പിക്കുവാൻ തക്കവണ്ണം, വെന്തരിക്കുവാൻ തക്കവണ്ണം കഴിയും. A spark can burn an entire forest. എന്നാൽ അതേ സമയത്ത് ആ തീക്കൊള്ളി ചെറിയ
തീപ്പെട്ടി അതായത് ഉപയോഗിച്ച് അത് ഉറച്ച് കത്തിച്ച് വെച്ചതായ ആ സമയത്ത് തന്നെ ഹല്ലേലൂയ അതിനെ കണ്ട് അതിനെതിരായിട്ട് നമ്മൾ അത് ശമിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മതി അതിനെ അണയ്ക്കാൻ. But if you are trying to extinguish that little spark, even a little water is enough. ഇത് പോകട്ടെ പെരുകട്ടെ ഇത് വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ കാട് കത്താൻ സാധ്യതയുണ്ട്. But if we keep waiting, the forest will burn away. എന്നാൽ നീ അത് കാണുമ്പോൾ, ഞാൻ അത് കാണുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് അതിനെ അണച്ച് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. But if I think about it, I can extinguish it at the beginning. ദൈവജനമേ, ഞാൻ പറഞ്ഞു വരുന്നത് ഹല്ലേലൂയ ദൈവജനത്തിന് ദൈവം തന്നിരിക്കുന്ന വാക്കുകൾ, ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്നതായ ക്രിയകൾ, ഹല്ലേലൂയ ആമേൻ, തീ വർദ്ധിപ്പിക്കുക എന്നുള്ളതായ വിഷയമല്ല. ഹല്ലേലൂയ നമ്മൾ ഓർക്കേണ്ടത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എൻ്റെ വാക്കുകൊണ്ട് എൻ്റെതായ പ്രവൃത്തി കൊണ്ട് ഇതിനെ എങ്ങനെ ശമിപ്പിക്കാമെന്നുള്ളതായ ചിന്തയോടുകൂടെ വേണം കടന്നു പോകാൻ. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. We should be careful not to fan the flames, but think about how to extinguish the flames. ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ സംഘർഷങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? The question to you is, how do we react when we are met with conflict? ആമേൻ. ഇന്ന് പൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ചിലപ്പോൾ നമുക്ക് എപ്പോഴും സാധിച്ചെന്ന് വരികയില്ല. It may not be possible that we can always do this. എന്നാൽ നമുക്ക് എന്നാൽ കഴിയാത്തത്, നിങ്ങളാൽ കഴിയാത്തത്, ആമേൻ, പൗലോസ് പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഹല്ലേലൂയ നമുക്കിതെല്ലാം ചെയ്തെടുപ്പാൻ തക്കവണ്ണം കഴിയും. What you and I cannot do, as Paul said, by him I am able to do all things. ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ആമേൻ, ഓർക്കേണ്ടത് ഹല്ലേലൂയ ദൈവമേ, ഈ ദിവസങ്ങളിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ സമാധാനം ഉണ്ടാക്കുവാൻ എന്നെ അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Can we commit and pray, God, use me as an instrument of peace? മൂന്നാമത്തെ കാര്യം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, peacemakers reflect God's character and love. ഹല്ലേലൂയ, സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ സ്വഭാവത്തെയും സ്നേഹത്തെയും പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കും. Peacemakers reflect God's character and love. ആമേൻ. ഇവിടെ നമ്മൾ അതായത് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുന്ന കാര്യം ആരാണ് ഇവിടെ പറയുകയുണ്ടായി. When someone prayed like children following, that's the utterance. ആമേൻ. എഫേസ്യ ലേഖനം 1:2 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. In the book of Ephesians chapter 1 verse 1 and 2 we read this. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. As children of God, as 1 and 2. 5 verse 1 and 2. 5 verse 1 and 2. Yes. Be imitators of God, therefore, as dearly loved children. Amen. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. And live a life of love just as Christ loved us and gave himself up as a fragrant offering and sacrifice to God. അപ്പോൾ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം? ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ നമ്മൾ സ്നേഹത്തിൽ ഹല്ലേലൂയ ദൈവമായ കർത്താവിൻ്റെതായ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. We must therefore be imitators of the love of God. ആമേൻ. സമാധാനത്തിൻ്റെതായ നിറകുടം അതിൻ്റെതായ സോഴ്സ് ആരെന്ന് ചോദിച്ചാൽ ദൈവം തന്നെയാണ്. If you ask who is the source of peace, it is God. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ദൈവവുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടെങ്കിൽ മാത്രമേ സമാധാനം നമുക്ക് കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും കമ്മ്യൂണിറ്റി ലൈഫിലും അത് കീപ്പ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. Only if we have that intimacy with God, we'll be able to maintain peace in a family and professional life. നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ, ഒരു ടീനേജേഴ്സ് ഭാഗത്തും വരെ ഞാൻ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഞാൻ പറയുകയാണ്. As we observe our children, even as they grow up to be teenagers, അവർ ചിന്തിക്കുന്നത് മാതാപിതാക്കളെ പോലെ, പപ്പായെ പോലെ, അല്ലെങ്കിൽ ഡാഡിയെ പോലെ, മമ്മിയെ പോലെ എനിക്ക് ഇങ്ങനെ ഇടപെടണം, ആ മമ്മിയെ പോലെ സംസാരിക്കണം, മമ്മിയെ പോലെ ഇങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയും.
They have the desire to be like their father and mother. എന്നാൽ ഒരു യൂത്ത് അല്ലെങ്കിൽ ടീന് ഒരു 10-18 ആയുമ്പം അവരുടെ സ്വഭാവം മാറും. പിന്നെ മമ്മിക്കും പപ്പയ്ക്കും ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലേക്കും വരും. And after that age, they get to a place where they think my parents know nothing. മമ്മി ഇവിടുത്തെ സ്കൂളുകളിലും പോയിട്ടുണ്ട്, മമ്മി ഇവിടുത്തെ കോളേജിൽ പോയിട്ടുണ്ട്, പപ്പ പോയിട്ടുണ്ട്, എനിക്കല്ലേ ഞങ്ങൾക്കല്ലേ അറിയുന്നൊക്കെ പറയും. They'll ask, what do you know? Have you been to the American schools? എന്നാൽ അവര് പപ്പായെ പോലെ ആകണം അല്ലെങ്കിൽ മമ്മിയെ പോലെ ആകണം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് അവരുടെ ശൈശവ സമയം. And when they were adolescents, that is the time when they want to be like the parents. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം, എനിക്ക് എൻ്റെ സ്വർഗീയ അപ്പച്ചനെ പോലെ ആകണം. As children of God, we have to have the desire that I want to be like my God. എൻ്റെ ദൈവത്തെ പോലെ ആകണം. To be like my God. എൻ്റെ ദൈവികമായ എൻ്റെ ദൈവത്തിന്റെ സ്വഭാവം എന്നിൽ പകരണമേ. The character of God, God give it to me. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. Only then we can go forward in peace. നമുക്കറിയാമല്ലോ, നമ്മളെ പണ്ട് സ്കൂളിൽ പഠിക്കുന്നതായ സമയത്ത് ഞാൻ ഇവിടെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒരു പീസ് ഗ്ലാസ് എടുത്ത് മുറിഞ്ഞ കണ്ണാടി എടുത്തിട്ട് സൂര്യനോട് പിടിച്ചിട്ട് ഒരു പ്രത്യേക ആംഗിളിലേക്ക് നമ്മൾ പേപ്പറിലോട്ട് നമ്മൾ കാണിച്ചാൽ പേപ്പർ എന്ത് ചെയ്യും? എന്തുവാ? തീ കത്തും. We know when we were in school, we used to do that. Take a piece of glass and deflect the sunlight, and it will burn the paper. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇവിടെ? Anybody has done that? ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ പോയി ചെയ്യില്ലേ. ചിലപ്പോൾ ഇവിടെ അമേരിക്കയിൽ അത് വളരെ ബുദ്ധിമുട്ടുളവാക്കുന്ന ഫയറൊന്നും ഉണ്ടാക്കില്ലേ. Please do not attempt this. It is not safe. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സൂര്യനിലേക്ക് ഒരു ഗ്ലാസ് എടുത്ത് പിടിച്ചിട്ട്, ഒരു ചില്ലിയ ഗ്ലാസ് എടുത്ത് പിടിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് ഒരു പേപ്പറിലോട്ട് നമ്മൾ കാണിച്ചാൽ ആ പേപ്പർ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്, കത്തിപ്പോകും. If you take this lens and hold it under the sunlight and point it to a point, it will burn the paper. ഞാൻ പറഞ്ഞു വരുന്നത്, നാം ദൈവത്തിൻ്റെതായ പ്രതിബിംബം, അതായത് ദൈവത്തെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം. We must therefore be reflecting the character of Christ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവാണ് നമ്മുടെ അതിന് ഏറ്റവും വലിയ മാതൃക. And our Christ is the best example. ദൈവത്തിൻ്റെതായ സ്നേഹത്തെ കുറിച്ച് കാണുമ്പോഴും അത് ഒരിക്കലും സെൽഫിഷ് ആയിട്ടുള്ളതായ സ്നേഹമല്ല, നിസ്വാർത്ഥമായിരിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We know that God's love is an unselfish love. നാം പാപികളായിരുന്നപ്പോൾ, നാം ദോഷികളായിരുന്നപ്പോൾ തന്റെ പുത്രനെ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അത്രത്തോളം സ്നേഹിച്ചു. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. God's character is that while we were yet sinners, He gave His only Son for our sins as a sacrifice. ഇന്ന് വൽക്കാലം നാം ദൈവപാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ സമാധാനം ഉണ്ടാക്കി തന്നത് അവൻ തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമാക്കി, പരമയാഗമാക്കി, അതിലൂടെ ഉള്ളതായ അവൻ രക്ഷമുഖാന്തരമാണ് നമ്മൾ സമാധാനം അനുഭവിക്കുന്നത്. We are experiencing this great peace through the unconditional sacrifice of Christ on the cross. എന്നാൽ ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, നാം വാങ്ങുന്നവരായിട്ട് മാത്രമല്ല, വാങ്ങിയത് കൊടുക്കുവാനും നമുക്ക് പഠിക്കണം. May we not just be receivers but givers. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കിയ കർത്താവ് ഹല്ലേലൂയ എന്നിലൂടെ നിങ്ങളിലൂടെ അവൻ നമ്മുടെ സഹോദരങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, സഭയ്ക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അത് പകരുന്നവരായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. God desires that we are the ones that will bring peace to those who are in need of it. എന്റെ മുമ്പിൽ സമയമില്ലല്ലോ, ഇനി 1-2 പോയിന്റ്സ് ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കറിയാം യോസേപ്പിന്റെ കാര്യം നമുക്കറിയാമല്ലോ. യോസേപ്പ് എന്തുമാത്രം കഠിനമായിട്ടാണ് യോസേപ്പിൻ്റെതായ സഹോദരന്മാര് ഹല്ലേലൂയ തന്നോട് അതായത് ട്രീറ്റ് ചെയ്യുന്നത്. We all know Joseph and how badly his brothers dealt with him. നമുക്കറിയാം ജോസഫ് ഇപ്പോൾ ഈജിപ്തിൽ അല്ലെങ്കിൽ മിസ്രൈമിൽ രണ്ടാമത്തെ വ്യക്തിയായിട്ട് വാഴുകയാണ്. Right now, at that later, Joseph is living as the second in command in Egypt. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ തന്നോട് ചെയ്തതിന് പ്രതികാരമായിട്ട് വേണമെങ്കിൽ കാര്യമായിട്ട് ഹല്ലേലൂയ വളരെ ക്രൂരമായിട്ട് ഇടപെടാമായിരുന്നു. He can take revenge upon his brothers if he desires. എന്നാൽ നമുക്ക് യോസേഫിന്റെ ജീവിതത്തിൽ കാണുന്നത് ഹല്ലേലൂയ അവിടെ ഒന്നും താൻ ഹല്ലേലൂയ പ്രതികാരമല്ല ചെയ്യുന്നത്, ദൈവിക സ്വഭാവത്തെ താൻ റിഫ്ലക്ട് ചെയ്യുകയായിരുന്നു.
but he does not take revenge. Instead shows the character and the love of God. ദൈവജനമേ, നാം പകരത്തിന് പകരം ചെയ്യുന്നവരായിട്ടല്ല ഹല്ലേലൂയ നമ്മോട് ഹല്ലേലൂയ അവൻ വെറും മോശമായിട്ട് ഇടപെട്ടെങ്കിലും ഹല്ലേലൂയ അതിന് പകരം ഹല്ലേലൂയ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശത്രുവിന് വേണ്ടി നന്മ ചെയ്യുവാൻ അവൻ മാതൃക കാണിച്ച കർത്താവാണ് ഇന്ന് പൽക്കാലം നമ്മോട് ഈ കാര്യം പറയുന്നത്. Oh, Jesus who taught us is telling us this. It is not an eye for an eye, but to love and pray for our enemies. ആമേൻ. ഹല്ലേലൂയ. അടുത്തൊരു പോയിന്റ് മാത്രം ഞാൻ എഴുതി കാണിച്ച ഹല്ലേലൂയ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പീസ് മേക്കേഴ്സ് ആർ വില്ലിംഗ് ടു സാക്രിഫൈസ് ഫോർ ദ സേക്ക് ഓഫ് പീസ്. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിനു വേണ്ടി ത്യാഗം ചെയ്യുവാൻ തയ്യാറായിരിക്കും. Peacemakers are those who are willing to make sacrifice for the sake of peace. യോഹന്നാന്റെ സുവിശേഷം 15:13 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. In Gospel of John chapter 15 verse 13 we read this way. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. There is no greater than love than to one that lays down the life for his friends. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പകാര്യമല്ല, ചെലവുള്ള കാര്യമാണ്. As I said earlier, making peace is not an easy thing. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ആമേൻ പിതാവായി ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തന്നെ ഹല്ലേലൂയ ക്രൂശീകരിച്ച് ഹല്ലേലൂയ സമാധാനം ഉണ്ടാക്കി ഒരു വലിയ ചെലവിലൂടെ, ഒരു ത്യാഗത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് കാണാൻ കഴിയും. We know that God paid an ultimate price through the sacrifice of his son Jesus. സമാധാനം എപ്പോഴും എളുപ്പം കൈവരുകയില്ല. Peace is not attained easily. എന്നാൽ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ദിവസങ്ങൾ കർത്താവ് ഹല്ലേലൂയ സമാധാനം ഉണ്ടാക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ഹല്ലേലൂയ എങ്ങനെ സമാധാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം കഴിയുമോ അതേ രീതിയിൽ ഇന്നു മുതൽ പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും? How many of you can make this decision and pray, God, make me a pacemaker through my words and actions? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ഏത് സാഹചര്യത്തിലൂടെ പോയാലും ദൈവമക്കൾ നമ്മുടെ സ്വഭാവത്തെ ഹല്ലേലൂയ നാം തിരിച്ചറിയത്തക്ക വിധത്തിൽ അതിനെ സമാധാന അന്തരീക്ഷത്തിൽ വേണം അതിനെ വെളിപ്പെടുത്തുവാൻ. We must always recognize our character and bring forth peace. ഇന്ന് പൽക്കാലം നമുക്ക് കർത്താവ് പറഞ്ഞതുപോലെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പുത്രന്മാരായി വിളിക്കപ്പെടുവാൻ എന്നെയും യോഗ്യമാക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. May we pray this way as Jesus taught us, blessed are the peacemakers, for they shall be the children, sons of God. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Praise the Lord. Now the praise and worship team, please come.